ഡിജോ കാപ്പൻ ഒരു നിമിഷം ചിന്തിച്ചു. ഡിജോ കാപ്പൻ, ഇപ്പോൾ നടക്കുന്ന ഒരു 6 മണിക്കൂർ കൊണ്ട് 100 പേരുടെ ടെസ്റ്റ് അടിച്ചു വിട്ട 60 ഉദ്യോഗസ്ഥരെയാണ് നേരത്തെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയത്. അവർക്ക് വീണ്ടും പരിശോധന നടത്തി. 6 മണിക്കൂർ, 8 മണിക്കൂറും 10 മണിക്കൂറും ആയിട്ടും പരമാവധി 90 പേരെ പോലും അവർക്ക് ടെസ്റ്റ് നടത്താൻ സാധിച്ചില്ല. 12 പേരാണ് അതിൽ വിജയിച്ചത്. ബാക്കി 80 പേരോളം പരാജയപ്പെടുന്ന ഘട്ടത്തിൽ പോലും അവർക്കത് സാധിച്ചില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇതിലൊരു വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ടായിരുന്നില്ലേ ഡിജോ കാപ്പൻ? അല്ല ഡോക്ടറിനെ, ഞാനിത് സംബന്ധിച്ച ഒരു അന്വേഷണം നടത്തിയപ്പം ഈ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞതാണല്ലോ ഇതിനകത്ത് ഇവിടെ ഇപ്പോൾ ഒരു വലിയ ആക്ഷേപം മന്ത്രിക്കെതിരെ. മലപ്പുറത്തെ ഒരു ഉദ്യോഗസ്ഥൻ 147 പേരെ ടെസ്റ്റ് നടത്തിയെന്നാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലാകാത്തത്, ഇപ്പം 4 ഗിയറുള്ള വണ്ടികൾ, 4 അല്ല, ചില വണ്ടികൾക്ക് 5ഉം റിവേഴ്സും കൂടെ കൂട്ടുമ്പം 6 ഗിയറുണ്ട്. 4 ഗിയറുള്ള ഒരു വണ്ടി ന്യൂട്രലിൽ നിന്ന് ഫസ്റ്റ് ഇട്ട്, സെക്കൻഡ് ഇട്ട്, തേർഡ് ഇട്ട്, ടോപ്പിട്ട് അതൊന്ന് റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് എടുക്കും? ഇപ്പം ഞാൻ മുമ്പേ സൂചിപ്പിച്ച മുഴുവൻ എനിക്ക് പറയാൻ സമയം കിട്ടാഞ്ഞിട്ടുണ്ട്. ഇപ്പം അയർലൻഡിലൊക്കെ ടെസ്റ്റ് നടക്കുന്നതിന് മുമ്പ് വണ്ടി വന്നിട്ട് ബോണറ്റ് പൊക്കും. ഈ ഉദ്യോഗസ്ഥൻ ബോണറ്റ് പൊക്കിയിട്ട് എവിടെയാണ് വെള്ളം ഒഴിക്കുന്നതെന്ന് ചോദിക്കും. അതായത് അറിയത്തില്ലാത്തവർ ചിലപ്പം ഇഞ്ചിൻ്റെ ഗ്യാപ്പ് പൊക്കിയിട്ട് ഇഞ്ചിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ പണി തീരും. അപ്പം വണ്ടി ബോണറ്റ് തുറന്നിട്ട് അതിനകത്തെ ഏതെല്ലാം ആണ് അതിൻ്റെ ഓരോ ടൂൾ അല്ലെങ്കിൽ എന്ന് നോക്കും. അതിനുശേഷം ഈ വണ്ടിയിലോട്ട് കയറി ഇരുന്ന് കഴിയുമ്പോഴേ തന്നെ ഇതിൻ്റെ മിറർ റെഡിയാക്കുന്നുണ്ടോ ആദ്യം നോക്കുന്നതെന്ന് പറഞ്ഞു. ഇതിൻ്റെ മിറർ ശരിയാക്കുന്നുണ്ടോ, സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ടോ. ഇതിനുശേഷം 45 മിനിറ്റാണ് അവിടെ ഒരു ടെസ്റ്റ് നടത്തുന്നത്. അതുകൊണ്ട് എന്താ, നമ്മുടെ ഇവിടുന്ന് പാസ്സായി UAE പോലെയുള്ള രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്ന ഒരാൾക്ക് പോലും ആദ്യത്തെ പ്രാവശ്യം ടെസ്റ്റ് പാസ്സാകാൻ കഴിയുന്നില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ടെസ്റ്റ് പാസ്സാക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഇവിടെ ഇത്രയും 9 ലക്ഷം പേര് നിൽക്കുന്നു എന്ന് പറഞ്ഞ് മുഴുവൻ ആളുകളെ പാസ്സാക്കി വിടുന്നത് കൊണ്ട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നമ്മുടെ വിലപ്പെട്ട ജീവനുകളാണ് പോകുന്നത്. നമ്മുടെ ഒരു പുതിയ സംസ്കാരം, ഒരു റോഡിലെ ഡ്രൈവിംഗ് സംസ്കാരം ഉണ്ടാകണം. പ്രത്യേകിച്ച് എനിക്ക് ചെറുപ്പക്കാരായ പിള്ളേർ വണ്ടിയും കൊണ്ട് പോകുന്ന കാണുമ്പോൾ അവിടെ ഇടത്തുവശത്തൂടെയൊക്കെ ചെത്തി ഇങ്ങനെ പോകുന്ന കാണാം. കഴിഞ്ഞ ദിവസവും ഒരു ചാനൽ ഒരു വിഷ്വൽ കാണിച്ചു. അപ്പം ഞാൻ വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പോകുന്ന പിള്ളേർ, ദൈവമേ അവൻ ലക്ഷ്യസ്ഥാനത്ത് എത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പഴയ കാലത്തെ പോലെ 5ഉം 6ഉം പിള്ളേരൊന്നുമില്ല. ഇനി 6 പിള്ളേരാണെങ്കിലും അതിലൊന്ന് പോയാൽ നമുക്ക് നഷ്ടമാണ്. 1ഉം 2ഉം മക്കളുള്ള വീടുകളിലെ മക്കൾ അമ്മയോട് വഴക്കുണ്ടാക്കിയിട്ടാണ് ഈ വലിയ ഹൈ പവറുള്ള വണ്ടികൾ വാങ്ങിക്കുന്നത്. അവനൊക്കെ ഈ 2 മിനിറ്റ് കൊണ്ട് ടെസ്റ്റ് പാസ്സായി വെച്ചിട്ട് എന്ത് പ്രായോഗിക പരിശ്രമം! 2 സെൻറ്റിമീറ്ററിലാണ് ഇത് കാണിക്കുന്നത്. Debate with Arun Kumar.